സ്ത്രീയെ ഡൈവോഴ്സ് ചെയ്യാം. ആ ഡൈവോഴ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡാണ് ത്വലാഖ്. സാനിയ മിർസ ശരിക്കും ഭർത്താവിനെ കൊല ചെയ്തതാണ്. പള്ളിയിലാണെങ്കിലും അമ്പലങ്ങളിലാണെങ്കിലും എല്ലാവരും പുരുഷനാണ് എവിടെയും മേധാവി. സ്ത്രീ അവൻ്റെ താഴെയാണ്. 18 വയസ്സാൻ കാത്തിരിക്കുന്ന ആളുകളാണ് മക്കളെ കെട്ടിക്കാനാണെങ്കിലും. ഈ പെൺകുട്ടി അവിടെ വീട്ടിലിരുന്ന എന്തോ ഒരു ബാധ്യത പോലെ കരുതുന്ന കുറേ ആളുകളുണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നത്. ഇപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റും, 11 അല്ലെങ്കിൽ 9 വയസ്സുള്ള കുട്ടി, 10 വയസ്സുള്ള കുട്ടികളൊക്കെ കല്യാണം കഴിച്ച ഒരു നാട് തന്നെയാണ് കേരളം. അതും ഈ 12, 13 വയസ്സുള്ള കുട്ടികളെ 25, 30 വയസ്സുള്ള ആളുകൾ കല്യാണം കഴിച്ച ചരിത്രമുണ്ട് ഇവിടെ. മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെയോ അല്ലെങ്കിൽ അതുപോലെ നടന്മാരുടെ പോസ്റ്റർ കണ്ട സ്വാഭാവികമായിട്ട് ആ സിനിമ കാണുമോ? തിയേറ്ററിൽ ഒട്ടും കാണാനാണ്. പക്ഷേ യൂട്യൂബിലൂടെ ഹിറ്റായിട്ട് അതിന് സെക്കൻഡ് പാർട്ട് വരും. സെല്ലുലോയിഡ് ഫിലിം മാഗസിൻ. ഇന്ന് സെല്ലുലോയിഡിൻ്റെ എപ്പിസോഡിൽ അതിഥിയായി എത്തിയിട്ടുള്ളത് ഏപ്രിൽ 26-ന് റിലീസ് ചെയ്യുന്ന 5-ാം വേദം എന്ന ചിത്രത്തിൻ്റെ സംവിധായകനായ മുജീബാണ്. സർ, വെൽക്കം ടു ദ ഷോ. നമസ്കാരം. ഇപ്പോൾ താങ്കളുടെ ഒരു ആദ്യത്തെ സംവിധാന സംരംഭമാണല്ലോ ഈ 5-ാം വേദം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏപ്രിൽ 26-ന് റിലീസ് ആവാൻ പോവുകയാണ്. അപ്പോൾ ഈ 5-ാം വേദം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? 5-ാം വേദം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും ഉപരിയായിട്ട് മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ളൊരു സന്ദേശം കൈമാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. കാരണം വേദങ്ങൾ എല്ലാം തന്നെ മനുഷ്യനിർമ്മിതമാണ് ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അതിനുപരിയായിട്ട് മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ളൊരു ആപ്തവാക്യം നമ്മൾ കൈമാറുക എന്നുള്ളതാണ് 5-ാം വേദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ വേദം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഹിന്ദു ഇതിൽ പറയുന്ന ഒരു കാര്യമാണ് വേദങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ പൊതുവെയുള്ള ഒരു മെസ്സേജാണ് ഇത്. അപ്പോൾ ഈ ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ചെയ്യാനുള്ള ഒരു കാരണം എന്താണ്? അല്ല, വേദം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഹിന്ദു എന്ന് പറയാൻ പറ്റില്ല. മുസ്ലിം ഇപ്പം ഞങ്ങളിപ്പോൾ ഖുർആൻ പറഞ്ഞ വേദം എന്നാണ്, വേദഗ്രന്ഥം എന്നാണ് പറയുന്നത്. ബൈബിൾ ഒരു വേദഗ്രന്ഥമാണ്. പക്ഷെ നമ്മൾ ഈ സാമവേദം പറയുന്നതാണല്ലോ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിലും എല്ലാ മതങ്ങളുടെ ആധികാരികമായ ഗ്രന്ഥങ്ങളാണ് വേദങ്ങൾ എന്ന് പറഞ്ഞാൽ. ശരിക്കും ഹിന്ദുക്കളുടെ വേദം എന്ന് പറയുന്നത് ഇപ്പോൾ മുസ്ലിങ്ങളുടെ ഖുർആൻ അത് വേദമാണെന്ന് പറയുന്നത്. ക്രിസ്ത്യൻസ് പറയുന്നത് ബൈബിള്. അതുപോലെ ഓരോ മതത്തിൻ്റെയും അത് വേദങ്ങൾ ഉദ്ദേശിക്കുന്നത് ശരിക്കും ദൈവത്തിൽ നിന്ന് വന്നതാണെന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് വേദങ്ങൾ എന്നുള്ള ഒരു വേർഡ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഞങ്ങൾ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ പറഞ്ഞത് ഇതിനൊക്കെ ഉപരിയായിട്ട് മനുഷ്യനെ സ്നേഹിക്കുക. ഇവിടെ മതങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ തമ്മിലുള്ള ഒരു വൈരാഗ്യത്തിൻ്റെയോ അല്ലെങ്കിൽ തമ്മിൽ ഇപ്പോൾ കാണുന്ന പോലെയുള്ള തമ്മിൽ തല്ലിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം മനുഷ്യനെ സ്നേഹിക്കുക. കാരണം ഒരു മതത്തിനും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനും ഉപരിയാണ് മനുഷ്യ ജീവിതവും. നമ്മൾ ഈ സിനിമയിലൂടെ നമ്മൾ കൊടുക്കുന്ന സന്ദേശം അത് തന്നെയാണ്. ഓക്കെ. ഇപ്പോൾ ട്രെയിലർ കാണുമ്പോൾ തന്നെ ഇതിൽ പറയാതെ പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ. പറയാതെ പറയുന്ന ഇപ്പോൾ ഈ ഫസഹ് എന്ന് പറയുന്നൊരു എനിക്കതൊരു പരിചിതമായ ഒരു വാക്കല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്താണ് ഈ ഫസഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫസഹ് അല്ലെങ്കിൽ കുല എന്നും പറയാം നമുക്ക്. കാരണം വെച്ചാൽ ഇത് ഉദ്ദേശിക്കുന്നത് ഇപ്പം മുസ്ലിം സമുദായത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ വേദങ്ങൾ എന്ന് പറഞ്ഞ പോലെ മുസ്ലിം സമുദായത്തിൽ ഈ സ്ത്രീകൾക്ക്, അതായത് ഇപ്പം പുരുഷന് സ്ത്രീയെ ഡൈവോഴ്സ് ചെയ്യാം. ആ ഡൈവോഴ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡാണ് ത്വലാഖ്. ഈ ത്വലാഖ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇപ്പം. പക്ഷെ ആ സമുദായം തന്നെ അല്ലെങ്കിൽ ആ വേദം തന്നെ സ്ത്രീക്ക് കൊടുത്തേക്കുന്ന ഒരു അവകാശമാണ് ഫസഹ്. ഫസഹ് എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് ആ പുരുഷനെ ഇഷ്ടപ്പെട്ടില്ല, അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല മീൻസ് വിവാഹാനന്തരം ആ പുരുഷൻ അവളോട് നന്നായിട്ട് പെരുമാറിയില്ല, അല്ലെങ്കിൽ മദ്യപാനവും അല്ലെങ്കിൽ അവർ ഉപദ്രവിക്കുക, അങ്ങനെ കുറേ അങ്ങനെയുള്ളൊരു സമയത്ത് ആ സ്ത്രീക്ക് ആ പുരുഷനിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഒരു വേദം തന്നെ കൊടുത്ത ഒരു ഇതാണ് ഫസഹ്. കാരണം അവൾക്ക് അവളുടെ പുരുഷനെ വേണ്ടെന്ന് വെക്കാം. ആ വേണ്ടെന്ന് വെക്കാനുള്ള ആ ഒരു സൗകര്യം ഇസ്ലാമിലുണ്ട്. പക്ഷേ പൊതുവെ ഇത് ആരും അങ്ങനെ പറയുന്നില്ല. കാരണം പുരുഷന് ഒരു സമൂഹം പുരുഷന് കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചില്ലുകയും സ്ത്രീക്ക് എന്തെങ്കിലും ഒരു അവകാശം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പോലും അത് മറച്ചു വെക്കപ്പെടുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ ഒരു സമൂഹത്തിൻ്റെ ഒരു ബേസ്. അത് തന്നെയാണ്. ഇപ്പോൾ സ്ത്രീക്ക് എന്തൊരു അവകാശം നമ്മുടെ ഭരണഘടന നൽകിയാൽ പോലും അത് പലർക്കും അറിയില്ല. അപ്പോൾ അതുപോലെ മുസ്ലിം സമുദായം സ്ത്രീക്ക് കൊടുത്തൊരു അവളുടെ ഒരു അവകാശമാണ് ഫസഹ് ചെല്ലാൻ, അത് പുരുഷനെ വേണ്ടെന്ന് വെക്കാനുള്ള അവകാശം. അത് നമ്മൾ ഈ സിനിമയിലൂടെ പറയുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ. ശരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയല്ലേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ചെയ്യപ്പെടേണ്ടതാണ്. കാരണം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ സാനിയ മിർസ ശരിക്കും ഭർത്താവിനെ കൊല ചെയ്തതാണ്.
അത് പക്ഷേ എന്നാൽ പോലും സമൂഹ മാധ്യമങ്ങളൊന്നും ആ വേടിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീക്ക് ചെയ്യാമെന്നുള്ള അത് സമൂഹത്തിലും ഈ മുഖ്യധാര മാധ്യമങ്ങളൊന്നും തന്നെ അത് പറഞ്ഞില്ല. ഓക്കെ 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 ശരിക്കും അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെ. ഇപ്പോൾ കേരള സ്റ്റോറി ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. രണ്ടും വേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും, പക്ഷേ അതും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അല്ലേ? അതാണ് ഞാൻ കേരള സ്റ്റോറി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോയിട്ട് സിറിയയിലേക്ക്, പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു സ്റ്റോറി അല്ല. ഇത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന നമ്മൾ ഈ സിനിമ ശരിക്കും പറയുന്നത് ഒരു ലവ് സ്റ്റോറിയാണ്. ഓക്കെ അതായത് അവിവാഹിതനായ ചെറുപ്പക്കാരനും വിവാഹിതയായ സ്ത്രീയും തമ്മിലുള്ള വിവാഹമോചിതയായ സ്ത്രീയും തമ്മിലുള്ള പ്രണയമാണ് സിനിമ ആത്യന്തികമായിട്ട് പറയുന്നത്. ഈ സിനിമയിലേക്ക് പറയേണ്ട ആവശ്യങ്ങൾ വന്നുകൊണ്ടാണ് ഫസഹും ഈ പൊളിറ്റിക്സും മതവും എല്ലാം. കാരണം ഈ ഒരു ഗ്രാമത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മതമായാലും രാഷ്ട്രീയമായാലും അവൻ്റെ ജീവിതമായിട്ട് എത്രമാത്രം കെട്ടുപണഞ്ഞ് കിടക്കുന്നു എന്നാണ് നമ്മൾ ഈ സിനിമയിലൂടെ കാണിക്കുന്നത്. ഓക്കെ 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 ഇപ്പം താങ്കളൊരു മുസ്ലിം സമുദായത്തിലുള്ള ഒരാളാണ്. അപ്പോൾ ഇപ്പം മറച്ചു വെക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം ആയിട്ടുള്ള താങ്കൾ തന്നെ സിനിമയിലൂടെ ഇങ്ങനെ ഒരു സന്ദേശം കൈമാറാനുള്ള ഒരു കാരണം? മറച്ചു വെക്കപ്പെട്ടു എന്ന് ഞാൻ പറയുന്നില്ല, അത് ഞാൻ പക്ഷേ ഇപ്പോൾ പറഞ്ഞ തലാഖ് എന്ന് പറഞ്ഞ പോലെ ആളുകൾക്ക് അറിയില്ല എന്നേ ഉള്ളൂ. കാരണം ഇത് ഒരു നിയമമുള്ളതാണ്. കാരണം ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വരെയും ഇതനുസരിച്ച് 1-2 വിധികൾ ഈ അടുത്തിടെ ഹൈക്കോടതിയിൽ നിന്ന് വന്നതാണ്. പക്ഷേ എന്തുകൊണ്ടോ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക് പോലും അവർക്ക് ഇങ്ങനെ ഒരു ഫസഹ് ചെയ്യാം എന്നുള്ളത് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക് പോലും അറിയില്ല. അത് സത്യമാണ്. ഓക്കെ ഓക്കെ ഇപ്പോൾ ഇതൊരു മുസ്ലിം സമുദായത്തിൻ്റെ ഒരു കെട്ടുറപ്പ് തകരാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു സിനിമ ഇറങ്ങുന്ന അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ ഈ സിനിമക്ക് ആവശ്യം ഈ കഥ അങ്ങനെ ആയതുകൊണ്ടാണ് അത് അതായത് നമ്മൾ ഒരിക്കലും ഫസഹ് പറയാൻ വേണ്ടി പറഞ്ഞതല്ല ഇത് സിനിമ. പക്ഷേ ഈ സിനിമ അത് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. കാരണം സിനിമയിൽ ഈ ഫസഹ് അത് അത്യാവശ്യമാണെന്ന് തോന്നിയുകൊണ്ടാണ് അതങ്ങനെ എഴുതി ചേർക്കപ്പെട്ടത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, പണ്ട് കാലഘട്ടങ്ങളിലെ സിനിമകൾ, ഇപ്പോൾ പരിണയം പോലുള്ള സിനിമകൾ, അതുപോലെ സിനിമകളിലൊക്കെ ഇതേപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ആ ഒരു സമയത്ത് ഈ ഒരു സമൂഹ മാധ്യമങ്ങളുടെ ഒരു അതിപ്രസരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് അങ്ങനെ അധികം ആളുകൾ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഈ ഒരു സിനിമയിലൂടെ ആൾക്കാരിൽ എത്തുകയല്ലേ ശരിക്കും ചെയ്യുന്നത്. അതായത് പൊതുവെ സ്ത്രീകൾ സമൂഹത്തിൽ ഒരു 2ാം സ്ഥാനത്താണ് എന്ത് പറഞ്ഞാലും. പ്രത്യേകിച്ച് ഒരു വിവാഹിത അല്ലെങ്കിൽ ഡൈവോഴ്സ് ചെയ്തൊരു സ്ത്രീ, അതായത് അവൾ ഭർത്താവിനെ മൊഴിചൊല്ലിയ സ്ത്രീ സമൂഹത്തിൽ എങ്ങനെ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും, കാരണം അവളെ സമൂഹം എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതും കൂടി നമ്മൾ ഈ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ അപ്പോൾ സ്ത്രീകൾക്ക് ശരിക്കും അതൊക്കെ ഒരു സംരക്ഷിക്കപ്പെടണം അല്ലേ? ശരിക്കും സ്ത്രീകളുടെ അവകാശം തന്നെയല്ലേ പറയുന്നത്? ശരിക്കും സ്ത്രീകളുടെ അവകാശമാണ്, സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു മതനിയമം ഇത്രയും കാലം മറച്ചു വെക്കപ്പെട്ടത് എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ കാലത്തും സ്ത്രീകളുടെ എന്തെങ്കിലും ഒരു അവകാശം ഉണ്ടെങ്കിൽ പോലും പലർക്കും അറിയില്ല. കാരണം എന്നും സമൂഹം ഭരിക്കുന്ന പുരുഷന്മാരാണ്. സ്ത്രീകൾ ഇപ്പോൾ പറയുന്നുണ്ട് ഒപ്പത്തിനൊപ്പം എന്ന് പറഞ്ഞാൽ പോലും നമ്മളുടെ ഏത് മേഖലയിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് മതത്തിലായാലും എപ്പോഴും 2ാം സ്ഥാനമാണ്. കാരണം ആ മതത്തിൻ്റെ നേതാവ്, ഇപ്പം ഞങ്ങളുടെ കയ്യിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ ഭരിക്കുന്ന ഇമാമുകളായിക്കോട്ടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭകളിലായിക്കോട്ടെ എല്ലായിടത്തും പുരുഷനാണ് മേധാവിത്വം. പള്ളിയിലാണെങ്കിലും അമ്പലങ്ങളിലാണെങ്കിലും എല്ലാവരും പുരുഷനാണ് എവിടെയും മേധാവി. സ്ത്രീ അവൻ്റെ താഴെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീക്ക് ഒരു അവകാശം ഉണ്ടെങ്കിൽ ഇത് പറയേണ്ട ആളുകൾ പുരുഷന്മാർ തന്നെയാണ്. ഇപ്പോൾ വേദങ്ങളായാലും എല്ലാം ആരിലൂടെ വന്നേക്കണം? പുരുഷന്മാരിലൂടെ തന്നെയാണ് എല്ലാ വേദങ്ങളും ഉത്ഭവിച്ചേക്കുന്നത്. ദൈവത്തിൽ നിന്നാണെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് നിൽക്കണ എപ്പോഴും പുരുഷനാണ്. അപ്പോൾ എന്തായാലും ആ പുരുഷൻ പറയുമ്പോഴത്തേക്ക് അവന് ഫേവറായിട്ടേ പറയുള്ളൂ. അപ്പോൾ അത് നാച്ചുറലാണ്. ഇപ്പം നിങ്ങളുടെ ഒരു സമുദായത്തിൽ തന്നെ ഇപ്പം പല മാറ്റങ്ങളും ഇപ്പോഴും അത് പുരോഗമിച്ചിട്ടില്ല പല സ്ഥലങ്ങളിലും. അപ്പം അതിനുള്ള ഒരു അഭിപ്രായം എന്താണ്? അങ്ങനെ പറയാൻ പറ്റില്ല. കേരളത്തിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പല സ്ഥലത്തും. ഇപ്പം കാസർഗോഡ് ആയാലും അതെ, മലപ്പുറം സൈഡിലായാലും അതെ, ഇപ്പം മൊത്തമായിട്ട് മാറ്റം വന്നിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും ഇപ്പോഴും അതേപോലെ ആ പ്രാകൃത ആചാരങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ശരിയാണ്. കാരണം മലപ്പുറത്തൊക്കെ ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് ഒരു 18 വയസ്സാൻ കാത്തിരിക്കുന്ന ആളുകളാണ് മക്കളെ കെട്ടിക്കാനാണെങ്കിലും. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തെന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ എന്നെ കല്യാണം വിളിച്ചപ്പോഴത്തേക്കും അവൾക്ക് കറക്റ്റ് 18 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോഴല്ല 2 വർഷം മുമ്പ് ഞാൻ ചോദിച്ചു എന്തിന് ഇത്ര നേരത്തെ വിവാഹം കഴിക്കുന്നത്? കാരണം അവൾ +2 കഴിയണേ ഉള്ളൂ, ജസ്റ്റ് കഴിയണം. അപ്പോൾ എന്നോട് പറഞ്ഞൊരു വേർഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞത്, മുജീബ് ഇപ്പോൾ കെട്ടിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ഇപ്പോൾ മോഡി
കല്യാണപ്രായം 21 പോണെന്നും പറഞ്ഞൊരു നിയമം കൊണ്ടുവരാൻ പോകുന്നുണ്ട് ഇത് ആ സമയത്ത് ആ ഉണ്ടായിരുന്നു സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഇനി 3 വർഷം കാത്തു വെക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ അതായത് പൊതുവെ ആളുകൾ ഈ പറഞ്ഞ പോലെ കുറേ ആളുകളുണ്ട് 18 വയസ്സാകാൻ, പെൺകുട്ടിക്ക് 18 വയസ്സാകാൻ വേണ്ടി കാത്തിരിക്കുക. കാരണം ഈ 18 വയസ്സ് കഴിയുമ്പോൾ തന്നെ കെട്ടിച്ചു വിടണമെന്നാണ് അവരുടെ. കാരണം ഈ പെൺകുട്ടി അവിടെ വീട്ടിലിരുന്ന എന്തോ ഒരു ബാധ്യത പോലെ കരുതുന്ന കുറേ ആളുകളുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ന് വിദ്യാഭ്യാസവും കാര്യങ്ങളും ഇത്രയും മാറിയത് കൊണ്ട് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ 18 വയസ്സ് കഴിഞ്ഞാൽ +2 കഴിഞ്ഞാൽ വിവാഹം ചെയ്യാൻ, അതായത് വീട്ടുകാർ നിർബന്ധിക്കുന്ന കുറേ ആ സ്ഥലങ്ങളുണ്ട്. ഉണ്ട്. അല്ല, ഇപ്പോഴല്ലേ +2 18 വയസ്സ്. ഒരു 20 വർഷം മുമ്പൊക്കെ മലപ്പുറം അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദറൊക്കെ ആണെങ്കിൽ 12 വയസ്സിലും 11 വയസ്സിലൊക്കെ കല്യാണം കഴിഞ്ഞ ആളുകളാണ്. അന്ന് അത് ഇപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റും. 11 അല്ലെങ്കിൽ 9 വയസ്സുള്ള കുട്ടി, 10 വയസ്സുള്ള കുട്ടികളൊക്കെ കല്യാണം കഴിച്ച ഒരു നാട് തന്നെയാണ് കേരളം. അതും ഈ 12, 13 വയസ്സുള്ള കുട്ടികളെ 25, 30 വയസ്സുള്ള ആളുകൾ കല്യാണം കഴിച്ച ചരിത്രമുണ്ട് ഇവിടെ. പക്ഷേ ഇന്ന് സമൂഹം മാറി, വിദ്യാഭ്യാസവും കാര്യങ്ങളും വന്നു. മതങ്ങളാണെങ്കിൽ ഇപ്പോൾ ഇസ്ലാം നമ്മുടെ സമുദായമാണെങ്കിൽ അതിനൊക്കെതിരായിട്ട്, കാരണം ഇപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് കാലക്രമേണ മാറും. ഓക്കെ. ഇപ്പം മാറ്റങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താങ്കളുടെ സിനിമയിലൂടെ ഇപ്പോൾ ഈ ഫസഹ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൊണ്ടുവരാനുള്ള ഒരു കാരണം എന്താ? അങ്ങനെ ഒരു ത്രെഡ് വരാനുള്ള ഒരു കാരണം എന്താ? അങ്ങനെയില്ല, ഞാൻ പറഞ്ഞില്ലേ, സിനിമ ശരിക്കും അത് മാത്രമല്ല, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സിനിമയിലൂടെ പറയുന്നുണ്ട്. ആ സിനിമ പറയാൻ ഇപ്പം അതൊരു മർഡർ മിസ്റ്ററിയും കൂടിയാണ് ഈ സിനിമ. അപ്പോൾ ഫസഹ് പറയേണ്ട കാരണം അത് ആ സിനിമ കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. കാരണം ആ ഫസഹ് ആ സിനിമയിൽ അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ആ ഫസഹ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചത്. പിന്നെ ഞാൻ ജീവിച്ചതും ജനിച്ചതും മുസ്ലിം സമുദായത്തിലായതുകൊണ്ടും എനിക്കറിയാവുന്ന കുറേ കഥാപാത്രങ്ങൾ ഇതിലുണ്ട്, അനുഭവങ്ങളും അതാണ് അതിലൂടെ പറഞ്ഞു പോയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു സിനിമ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ പല പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ അതിൽ ചിലപ്പോൾ ആൾക്കാരെ എടുത്ത് കാണുന്നത് ചിലപ്പോൾ ആ നെഗറ്റീവ്സ് കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ ഫസഹിനെ പറ്റിയിട്ടായിരിക്കും കൂടുതൽ ചിലപ്പോൾ ചർച്ച ചെയ്യപ്പെടുക. പക്ഷേ ഫസഹ് നെഗറ്റീവ് കാര്യമായിട്ട് പറയാൻ പറ്റില്ല. അല്ല, അങ്ങനെയല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അതായത് ഫസഹ് എന്ന് പറഞ്ഞാൽ ഈ മൊഴിച്ചൊല്ലൽ അതിൻ്റെ ഒരു വേറൊരു ഇതാണല്ലോ പറയുന്നത്. അപ്പോൾ അതായിരിക്കും ചർച്ച ചെയ്യപ്പെടുക എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ബാക്കി ഏത് സൈഡ് ഉണ്ടായാലും സിനിമയിൽ പോസിറ്റീവ് സൈഡ് ഉണ്ടായാലും, പോസിറ്റീവ് അല്ല, ഏത് സൈഡ് ഉണ്ടായാലും ഇതായിരിക്കും ചർച്ച ചെയ്യപ്പെടുക, അല്ലേ? അത് നമുക്ക് സിനിമ റിലീസായതിനു ശേഷം പറയാൻ പറ്റുള്ളൂ ഏതാണ്. കാരണം ഇതൊരു പൊളിറ്റിക്കൽ മൂവിയും കൂടിയാണ് ശരിക്കും. അപ്പോൾ ചിലപ്പോൾ ഇനി പൊളിറ്റിക്സ് ചർച്ച ചെയ്യാം. ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതും ചർച്ച ചെയ്യപ്പെടാം. കാരണം ഇതെല്ലാം ആ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തതാണ്. അല്ലാണ്ട് ഒരിക്കലും ഒരു മുസ്ലിം സമുദായത്തിൻ്റെ, പിന്നെ ഞാൻ ജീവിച്ച കൊണ്ടിട്ടായിരിക്കും എനിക്ക് അങ്ങനെയുള്ളൊരു കാരണം, എനിക്ക് അറിയാവുന്ന ആളുകളുടെ കഥയായതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞു പോയത്. ഓക്കെ. ഇപ്പോൾ ഒരു പർദ്ദ കത്തിക്കുന്ന ഒരു സീൻ എന്തോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും ഒരു വിവാദമാവുമോ അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത വന്നിരുന്നു അത് ഈ ഒരു സിനിമ ചെയ്യുമ്പോൾ തുടങ്ങുമ്പോൾ? അങ്ങനെയില്ല, ഇത് അതാ സിറ്റുവേഷനാണത്. അല്ലാണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു പർദ്ദ കത്തിച്ചെന്നല്ല ശരിക്കും പറഞ്ഞാൽ. അത് ആ സിനിമയിൽ ആവശ്യമായതുകൊണ്ട് മാത്രം ചെയ്തതാണ്. അതല്ലാണ്ട് അത് ഡ്രസ്സ് കത്തിക്കുന്ന കൂട്ടത്തിൽ അങ്ങനെ ചെയ്തതാണ്. ഓക്കെ. പക്ഷെ എന്നാലും അത് നമുക്ക് പറയാൻ പറ്റില്ല. സിനിമ ഇറങ്ങിയാലേ നമുക്ക് അറിയുള്ളൂ എത്രത്തോളം ചർച്ച ചെയ്യപ്പെടുമോ അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാതിരിക്കുമോ എന്നറിയുള്ളൂ, അല്ലേ? അത് നോക്ക്. ഇപ്പം അതുപോലെ തന്നെ ഇപ്പം മതപശ്ചാത്തലം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പശ്ചാത്തലം ഈ സിനിമയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഇടത് രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ ഈ സിനിമയിൽ ഒരു ഘടകമായിട്ട് എടുക്കാൻ കാരണം? കാരണം ഇതൊരു കൊറോണ, ഈ സിനിമയിൽ സ്റ്റാർട്ട് ടു എൻഡ് ഒരു കൊറോണ കാലഘട്ടമാണ് പോകുന്നത്. അന്ന് ഇടതുപക്ഷമാണ് ഇവിടെ. അപ്പോൾ ഭരണപക്ഷമായതുകൊണ്ടും, കാരണം ഈ സിനിമ പറയണ കാരണം നമ്മുടെ നായകൻ ഇടതുപക്ഷ അനുഭാവിയായിട്ടാണ് സിനിമയിൽ വരണത് കൊണ്ടുമാണ് അങ്ങനെ ആ രീതി കഥ പറയേണ്ടി വന്നത്. കാരണം അത് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. ആ സിനിമയിൽ അതിനൊരു പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് ആ ഇടതുപക്ഷ ചായയോടെ സിനിമ പോകുന്നത്. ഓക്കെ. അപ്പോൾ നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാം എന്നുള്ളൊരു സൂചന തന്നെയാണല്ലേ ശരിക്കും അത് പറഞ്ഞു കഴിഞ്ഞാൽ? ചർച്ച ചെയ്യപ്പെടണമല്ലോ. അതെ, ചർച്ച ചെയ്യപ്പെടും. പക്ഷെ പല സിനിമകളിലും ഇപ്പോൾ കാതൽ അല്ലെങ്കിൽ അതുപോലത്തെ കുറേ സിനിമകളിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളും. പക്ഷെ പല സിനിമകളും അത് ചർച്ച ചെയ്യപ്പെടാതെ പോയിട്ടുണ്ട്. അതൊരു പുതുമുഖ സംവിധായകൻ എന്ന നിലയിൽ ഒരു ചലഞ്ച് ആയിരിക്കില്ലേ ശരിക്കും അത്? അങ്ങനെ പറയാൻ പറ്റില്ല. കാതൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മമ്മൂട്ടിനെ പോലെ ലെജൻഡ്. അപ്പം അത് വേറെ രീതിയിലാണ് ആളുകൾ കാണുന്നത്. അപ്പോൾ ഇത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് വളരെ എല്ലാവരും തന്നെ പുതിയ ആളുകളെ വെച്ചിട്ടും എന്താ പറയുക, ക്യാമറയ്ക്ക് മുമ്പിലും പുറകിലും പുതിയ ആളുകളാണ്. അപ്പോൾ അതിൻ്റേതായ വെല്ലുവിളികളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഒരു അവസരം കിട്ടിയത് തന്നെ
കാരണം നമുക്കങ്ങനെ നമ്മുടെ കാര്യങ്ങൾ പറയാനായിട്ട് സിനിമ മാധ്യമം ഉപയോഗിച്ചാൽ ഇത് എത്രത്തോളം ജനങ്ങളിലേക്ക് ചെന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സിനിമ റിലീസായി കഴിഞ്ഞാലാണ്, കാരണം അത് കണ്ടു കഴിയുമ്പോഴാണ് ആളുകൾ പറഞ്ഞത് ഇത് കൊള്ളാം അല്ലെങ്കിൽ മോശമാണ്. ആളുടെ ഇഷ്ടമുള്ള അഭിപ്രായം ആളുകൾക്ക് പറയാം, പക്ഷേ ഇത് എത്ര പേര് കാണും അല്ലെങ്കിൽ അതേപോലെ നമുക്കൊരു ഹൈപ്പ് ഒരിക്കലും കിട്ടില്ല. പിന്നെ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് വിലയിരുത്തി കഴിഞ്ഞാൽ ആളുകൾ എന്താ പറഞ്ഞാൽ അതിന് ശേഷം നമുക്ക് അതിനുള്ള മറുപടി. ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പോൾ ചുരുക്കം ചില സിനിമകൾ, പല സിനിമകളും ഇറങ്ങിയിട്ടുണ്ട്, അത്ര ബിഗ് ബഡ്ജറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ചെറിയൊരു ബഡ്ജറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ചുരുക്കം ചില സിനിമകളാണ് വിജയിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ തിയേറ്ററിൽ അത്രയും ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ സാർ ഇപ്പോൾ ഒരു സിനിമ ചെയ്യാൻ പോകണം, അപ്പോൾ അത് ആ ഒരു പ്രവണതയെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇപ്പം ഇങ്ങനെ ചോദിച്ചല്ലേ എൻ്റെ അത് ഞാൻ പറയാം. ഒരു 10 വർഷം മുമ്പ് അല്ലെ 10 അല്ല, ഒരു കൊറോണക്ക് മുമ്പ്, ഒരു 5-6 വർഷം മുമ്പാണെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ പ്രസക്തിയാണ്. ഇതിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ആശയം ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് ഇതിൽ. അത് ജനങ്ങളിൽ നേരത്തെ ആണെങ്കിൽ ആകെ നമുക്ക് തിയേറ്റർ എന്ന് പറഞ്ഞൊരു മാധ്യമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിയേറ്ററിൽ ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സിനിമ നമ്മുടെ സാറ്റലൈറ്റ് പോലും എടുക്കില്ല. ആ സിനിമ തിയേറ്ററിൽ വാച്ച് മാത്രം ഓടുന്ന ഒരു പ്രൊഡ്യൂസറായാലും സംവിധായകനും. കാരണം തിയേറ്ററിൽ സക്സസ് അല്ലെങ്കിൽ പിന്നെ വേറൊരു സ്ഥലത്തും അത് ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല. ഇന്നതല്ല, ഇന്ന് സോഷ്യൽ മീഡിയാസൊക്കെ ഇത്രയും സ്ട്രോങ് ആണ്. പിന്നെ ഒ ടി ടി ഇല്ലെങ്കിൽ പോലും നമ്മുടെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒ ടി ടിയാണ് യൂട്യൂബ്. അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഒരാളൊരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ ഒത്തിരി മാർഗമുണ്ട്. പണ്ടാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈവൻ നമുക്ക് ഒരു സിനിമ റിലീസാണെങ്കിൽ കണ്ടമാനം പോസ്റ്റേഴ്സും എല്ലാം, ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. കാരണം എല്ലാവരും ഈ പറഞ്ഞ പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ സ്പെൻഡ് ചെയ്യണത് മൊബൈലിൻ്റെ മുമ്പിലാണ്. ഇപ്പോൾ നമ്മുടെ ഒരു ദിവസത്തിൽ എല്ലാവരും തന്നെ ഒരു 80% ആളുകളും അവൻ്റെ മൊബൈലിൻ്റെ മുമ്പിലാണ്. ഒരു ദിവസം ചുരുങ്ങിയ ഒരു 5 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യാത്ത ആളുകളില്ല. അങ്ങനെയാണ് ലോകം. അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഇന്ന് ഈ ഒരു സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് ടെൻഷനില്ല. കാരണം എന്നെ സംബന്ധിച്ചോളം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ തിയേറ്ററിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത മാർഗം നമ്മൾ ഉപയോഗിക്കും. പക്ഷെ എന്നാലും ഇപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് ആയാലും അതെ ഒരു ലാഭം കാര്യങ്ങളാണ് വെച്ചിട്ട് തന്നെയാണല്ലോ ഒരു സിനിമ ചെയ്യുന്നത്. അല്ലേ ഇപ്പം തിയേറ്റർ സംഘടനകൾ അല്ലെങ്കിൽ തിയേറ്ററിലുള്ള ആൾക്കാരായാലും അതെ. ഇപ്പോൾ 2018 ഇറങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നു, വേറെ അതിന് മുൻപ് ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിരുന്നു ഈ 2018 ഇറങ്ങിയ സമയത്ത് നമ്മുടെ മൂവി ആരും കാണാതെ പോയി എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അപ്പം ആ തിയേറ്ററിലെ ആളുകൾ പറയുന്നത് അവർക്ക് ആളുകൾ കാരണം അതിൽ അവർക്ക് ലാഭം ഉണ്ടാവും എന്നുള്ള ഒരു കാര്യമാണ്. അതാ ഞാൻ പറഞ്ഞ തിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാനൊരു സിനിമ, ചെറിയ സിനിമയാണ് നമ്മൾ ചെയ്തിറക്കി കഴിഞ്ഞാൽ ഇപ്പുറത്തൊരു വലിയ കാരണം എല്ലാം ബിസിനസ്സാണ്. തിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മഞ്ഞമ്മൽ ബോയ്സ് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളൊരു സിനിമ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളെ സംബന്ധിച്ചോളം അവൻ കൊടുക്കുമ്പോഴത്തേക്കും 150 രൂപ കൊടുത്ത് അവൻ സിനിമ കാണാൻ വരുമ്പോൾ അവൻ്റെ ചോയ്സാണ്. അവനെ സ്വാഭാവികമായിട്ടും അവൻ കാണാൻ വരുമ്പോൾ മഞ്ഞമ്മൽ ബോയ്സേ കാണുള്ളൂ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളാണെങ്കിലും ഇപ്പോൾ ഞാനാണെങ്കിലും ചിലപ്പോൾ മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെയോ അല്ലെങ്കിൽ അതുപോലുള്ള നടന്മാരുടെ പോസ്റ്റർ കണ്ട സ്വാഭാവികമായിട്ട് ആ സിനിമയെ കാണുള്ളൂ. അതിന് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് ഒന്നും കാര്യമില്ല. കാരണം ജനങ്ങൾ സംബന്ധിച്ചുള്ള അവൻ്റെ ചോയ്സാണത്. പൈസ കൊടുത്ത് കാണുന്നവൻ്റെ ചോയ്സാണ് ഏത് കാണുമെന്നുള്ളത്. കണ്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അവർ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ നേരത്തെ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ തിയേറ്ററിൽ കാണാൻ ഇപ്പോൾ കണ്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ ആട് എന്ന് പറഞ്ഞൊരു സിനിമ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൽ കണ്ടില്ല ആളുകൾ. അത് യൂട്യൂബിൽ വന്നിട്ടാണ് ഹിറ്റായത്. അത് ആളുകൾ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത് എല്ലാവരുടെയും ഈ ഫോൺ ഉള്ളിടത്തോളം കാലം നമുക്ക് പേടിക്കാനില്ലെന്ന് പറയാം. കാരണം നമ്മുടെ കണ്ടന്റ് നല്ലതാണ്, നമുക്കതിൽ കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പോൾ തിയേറ്ററിൽ കണ്ടില്ലെങ്കിലും ഇപ്പോൾ ആട് ഈ പറഞ്ഞ തിയേറ്ററിൽ ഒട്ടും കാണാഞ്ഞാണ്, പക്ഷെ യൂട്യൂബിലൂടെ ഹിറ്റായിട്ട് അതിന് സെക്കൻഡ് പാർട്ട് വന്നു. അപ്പോൾ അങ്ങനെ ഒരു ചോയ്സ് നമ്മുടെ മുന്നിലുണ്ട്. കാരണം യൂട്യൂബിലേക്ക് ഈ സിനിമ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരോടും ചോദിക്കണ്ട, ആരുടെയും പെർമിഷൻ വേണ്ട. അതെ, ഇപ്പൊ പല സിനിമകളും തിയേറ്ററിൽ ഇറങ്ങിയതിനു ശേഷം OTT വരുമ്പോൾ നിരവധി പേര് കാണുന്നുണ്ട് ഇല്ലേ? അത് തന്നെയാണ് ശരിക്കും ആ സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ OTT ഇപ്പൊ നമുക്കിപ്പോ ഒത്തിരി പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. നമുക്ക് ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ സീഡാറ്റ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ തിയേറ്ററിൽ സക്സസ് ആയില്ലെങ്കിൽ നമുക്ക് വേറെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ എന്തായാലും സിനിമ, കാരണം നമ്മുടെ ഫസ്റ്റ് ഉദ്ദേശം ഇത് ഒരു സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്, അത് ജനങ്ങളെ കാണിക്കുക എന്നുള്ള. അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. എന്തായാലും എല്ലാ സിനിമകളും ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അങ്ങനെ ഇപ്പോൾ അതുപോലെ തന്നെ ആളുകൾ പ്രേക്ഷകരത് നെഞ്ചിലേറ്റണം, കാണണം. നല്ല സിനിമകളെ അല്ലേ എല്ലാവരും ഏറ്റെടുക്കണം എന്നുള്ള എനിക്ക് പറയാം. സിനിമകളെ എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട്. അതെ,
പക്ഷെ ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു. എനിക്ക് ഇപ്പൊ പല നല്ല സിനിമകൾ ഇറങ്ങുന്നുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല എല്ലാ പ്രേക്ഷകരും അത് ഏറ്റെടുക്കുന്നുണ്ട്. ഇവർ യങ്സ്റ്റേഴ്സിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും, അങ്ങനെ അതുകൊണ്ടല്ല ഇപ്പൊ സിനിമകൾ ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. കാരണം അതിൻ്റെ ഒരു ഉദാഹരണം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സിനിമ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ട് പോയി കണ്ടിരുന്നു. 1947 പ്രണയം. നല്ല മൂവിയാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് ആള് കാണുന്നില്ല എന്ന് പറയുന്ന കാര്യം നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മളൊരാളോട് പറയുമ്പോൾ അങ്ങനത്തെ സിനിമ ഇറങ്ങിയോ അല്ലെങ്കിൽ അങ്ങനെ വന്നോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. അപ്പോൾ ആളുകളിലേക്ക് ഇപ്പം ഈ അഞ്ചാം വേദത്തിൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുതിയ ആളുകളും പുതിയ ഇതാകുമ്പോഴത്തേക്കും ഇത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടുന്നില്ല. അപ്പം ഞാനത് പറയാൻ കാര്യം ആ സിനിമ ഞാൻ കണ്ടുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് ഒരു സ്ഥലത്തും ഇല്ല. ഞാൻ ഒരാളോട് പറഞ്ഞിട്ട് പുള്ളി കാണാനായിട്ട് എവിടെയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഷോ ഇല്ല. അപ്പം അതൊരു സത്യസന്ധമായ കാര്യമാണ്. അതാണ് ഞാനത് പറഞ്ഞു തന്നത്. അതാ ഇപ്പം നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം അതാ പറഞ്ഞത്. അത് എത്തുന്നില്ല എന്നുള്ള കാര്യം സത്യാവസ്ഥയായിട്ടുള്ള കാര്യമാണ്. അതെ അല്ലേ? അപ്പോൾ ഈ സിനിമ ആസ്വാദകരോടും പ്രേക്ഷകരോടും സാറിന് എന്താണ് പറയാനുള്ളത്? ഏപ്രിൽ 26-ാം തീയതി സിനിമ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ പോയി കാണുക, കണ്ടിട്ട് അവരവരുടെ അഭിപ്രായം പറയുക. കാരണം ഇപ്പോൾ അഭിപ്രായം അറിയിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം മോശമാണെങ്കിൽ മോശമാണെന്നും നല്ലതാണെങ്കിൽ നല്ലതാണെന്നും അറിയിക്കുക. കാരണം നല്ലതാണെങ്കിൽ കൂട്ടുകാരോടും മറ്റുള്ള ആളുകളോടും ഇത് പറയുക. എന്നിട്ട് മാക്സിമം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരിലേക്ക് എത്തിക്കുകയും എല്ലാവരുടെയും തിയേറ്ററിലേക്ക് വരാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. അതാണ് പറയാനുള്ളത്. താങ്ക് യു സർ. താങ്ക് യു.